അവന് അങ്ങനെ ഒരു വിഷമം അറിയിക്കാതെയാണ് ഇതുവരെ എത്തിച്ചത്. പിന്നെ അവന് ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അന്നേരം പറഞ്ഞു, അമ്മേ അതൊന്നും പ്രശ്നമില്ല, പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടെന്നൊരു സ്വപ്നത്തിലേക്ക് പോകാം എന്നാണ്. കാസർഗോഡ് നിന്നും സച്ചു തൃശൂർ കലോത്സവ വേദിയിലെത്തിയത് ജീവിതാനുഭവങ്ങളുടെ കരുത്തുമായാണ്. തുടർച്ചയായ 4-ാം വർഷം സച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും അമ്മ കൂലിപ്പണിയെടുത്ത് സച്ചുവിനെ കുച്ചിപ്പുടിയും ഭരതനാട്യവും കേരള നടനവും അഭ്യസിപ്പിച്ചു. ഞാൻ കൂലിപ്പണിയാണ് എടുക്കുന്നത്. അപ്പോൾ അവന് ഡാൻസോട് നല്ല താല്പര്യമാണ്. പിന്നെ കൂലിപ്പണി എടുത്തിട്ട് തന്നെയാണ് അവനെ ഈ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ. തൊഴിലുറപ്പ് കൊണ്ട് മാത്രം ആവുന്നില്ല, അതുകൊണ്ട് മറ്റു പണികൾക്കും പോകും. പങ്കെടുത്ത ഇനങ്ങളിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡും നേടി. ശിഷ്യന്റെ പ്രകടനത്തിൽ അഭിമാനം കൊള്ളുകയാണ് അധ്യാപകനായ സതീഷ് നീലേശ്വരം. വാക്കുകളൊന്നുമില്ല, മിടുക്കനാണ്. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കറക്ഷനൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവണയും കൊണ്ട് തന്നെ അത് ഇങ്ങനെ മനസ്സിൽ സേവ് ചെയ്യും. എന്നിട്ട് അത് വരാൻ വേണ്ടി സ്വന്തം പ്രാക്ടീസ് ചെയ്തോളും. പിന്നെ നമ്മൾ വേറെ മറ്റുള്ള പിള്ളേരെയൊക്കെ 2-3 തവണയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു തവണയൊക്കെ പറയുമ്പോഴത്തേക്കും അത് സീരിയസ് ആയിട്ട് എടുക്കും, അങ്ങനെ പഠിക്കും. കൃത്യമായ പരിശീലനം നടത്താൻ സ്വന്തമായി വീടില്ല. ബന്ധുവിന്റെ വീട്ടിലാണ് വർഷങ്ങളായി താമസം. അപ്പോൾ അവന് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സൗകര്യങ്ങളൊന്നും വീട്ടിലില്ല. ഒരു ഹാളിലാണ് അവൻ ഡാൻസിനൊക്കെ വരുമ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സച്ചുവിന്റെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന സംസ്ഥാന സർക്കാരും ഉറപ്പു നൽകി. ഇന്നും മന്ത്രിയെ കണ്ടു. അവന് ലഡുവൊക്കെ കൊടുത്ത് സന്തോഷം പങ്കുവച്ചു. വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നാണ് പ്രതീക്ഷ. സച്ചുവിൻ്റെ അമ്മയുടെയും ആശങ്കയൊക്കെ ഒഴിയുകയാണ്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ കൂടെയുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇനിയും ഈ അതിജീവനത്തിൻ്റെ കരുത്തിൽ കലയിൽ കൂടുതൽ വിസ്മയം തീർക്കാൻ, നിറഞ്ഞ വേദികളിൽ ഇനിയും ആടിത്തിമിർക്കാൻ സച്ചുവിനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ അഫ്സലിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.